ഹലോ. അപ്പം കുറച്ച് ദിവസമായിട്ട് രാവിലെ ഇത് കേട്ടാട്ടോ എണീറ്റ് വരുന്നത്. ഇത് നോക്കിയിരുന്നാൽ നമ്മുടെ സമയം പോകും കേട്ടോ. ഇന്നപ്പം വീട്ടിൽ നല്ല പണിയുണ്ട്. നമുക്ക് മാറ്റെല്ലാം മാറ്റിയിട്ട് ടൈലിടാൻ പോകും കേട്ടോ. ആദ്യം നമ്മുടെ ഈ പഴയ മാറ്റെടുത്ത് മാറ്റണം കേട്ടോ. അങ്ങനെ അതിനുള്ള പരിപാടി തുടങ്ങും. തറയും കൂടെ അങ്ങ് തൂത്ത് വൃത്തിയാക്കും കേട്ടോ. നല്ല പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷമല്ലേ ഇപ്പോൾ മാറ്റെടുത്ത് മാറ്റിയത്. അതുകൊണ്ട് നല്ല പൊടി ഉണ്ടായിരുന്നു, നല്ല പണിയായിരുന്നു. അങ്ങനെ തൂത്ത് വാരി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറേ ലോഷനൊക്കെ ഒഴിച്ച് ഇനി കഴുകാനുള്ള പരിപാടി കേട്ടോ. മാറ്റി നന്നായിട്ട് ഒട്ടണം. അതുകൊണ്ട് എത്രയും പൊടി കളയാൻ പറ്റുമോ അത്രയും പൊടി കളയണം കേട്ടോ. അതുകൊണ്ട് മുക്കിലും മൂലയിലെല്ലാം നന്നായിട്ട് പൊടിയുള്ളതുകൊണ്ട് ഒരു ഒരു നല്ല പണിയായിരുന്നു കേട്ടോ. ഇന്നേലും വൃത്തിയാക്കി ഇടണം. അപ്പം നാളെ ഇടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ മുക്കും മൂലയെല്ലാം നന്നായിട്ട് തേച്ച് ഉരച്ച് കഴുകി വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ നമുക്കിന്നൊരു കല്യാണം കൂടെ ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം അതിനെല്ലാം റെഡിയാക്കാൻ. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതുപോലെ കല്യാണം കാര്യത്തിനൊക്കെ പോകുമ്പോൾ ഡ്രസ്സിനാണ് ആകെ ഡൗട്ട് ഏതിടണം എന്നുള്ളത്. അങ്ങനെ ഏകദേശം ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് അപ്പോഴത്തേക്കാണ് നമുക്ക് ഡ്രസ്സിന് ചേരുന്ന ലിപ്സ്റ്റിക്ക് വേണമല്ലോ എന്നുള്ളത്. അപ്പോഴാണ് കേട്ടോ നമ്മുടെ ലിപ്സ്റ്റിക്ക് പെട്ടി നമ്മൾ തുറന്നത്. ചേച്ചി വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു ലോഡ് ലിപ്സ്റ്റിക്ക് കൊണ്ടുവന്നു കേട്ടോ. പല ഷെയ്ഡുള്ളതുകൊണ്ട് അവിടെ ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇത് ഇപ്പോൾ എടുത്ത് ഒരെണ്ണം യൂസ് ചെയ്ത് നോക്കുക കേട്ടോ, എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. അങ്ങനെ ഞാൻ ഈ ബ്രൗൺ ഷെയ്ഡ് എടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ അതൊന്ന് തേച്ച് അതിൻ്റെ പുറകെ ഇച്ചിരി ലിപ് ബാമും കൂടെ ഇട്ടു കേട്ടോ. അപ്പോൾ ഇട്ടപ്പോഴത്തേക്കും അത്യാവശ്യം എൻ്റെ സ്കിന്നിന് ചേരുന്ന കളറാണ് എനിക്ക് മനസ്സിലായി. ഓവറായിട്ട് തേച്ചാലും വലിയ പുറകത്തില്ല, അതുകൊണ്ട് നോർമലായിട്ട് ഇട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ റെഡി ആയിട്ട് നേരെ ഓട്ടോയ്ക്ക് തിരിച്ചു കേട്ടോ. അയർക്കുന്നതാണ് കല്യാണം. നേരത്തെ വന്നിട്ട് ഒരു മനുഷ്യനെ നമുക്കറിയില്ലായിരുന്നു. അങ്ങനെ ആൾക്കാരൊക്കെ വന്ന് എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് തിരിച്ചു കേട്ടോ. വീട്ടിലെടുക്കാറായപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. ഇട്ട കോലത്തിലല്ല ഏതായാലും തിരിച്ച് വീട്ടിലെത്തിയത്. അപ്പോൾ ബൈ.